ഇന്ന് ആൾക്കാരുടെ നിസ്കാരവും നോമ്പൊക്കെ ക്ലിയറാ, അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ മനസ്സ് നന്നാവുന്നില്ല. പകയും വെറുപ്പും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഈഗോയും പൊങ്ങച്ചവും മനുഷ്യന്റെ ഹൃദയം വിട്ടുകിടക്കുന്നില്ല. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണവും കുതന്ത്രവും കുത്തുവാക്കും നെഞ്ച് നിറഞ്ഞു നിൽക്കുക. ആ നെഞ്ചുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുന്നതെങ്കിൽ 10,000 മയ്യത്തസ്കരിച്ചിട്ട് എന്താ മനുഷ്യരെ കാര്യം? ഒരു മയ്യത്തസ്കാരത്തിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, എന്തൊക്കെയായിരുന്നു കുടുംബക്കാരിയായിട്ടുള്ള പണിക്ക്. പെങ്ങളെ തല്ലിയിട്ടുണ്ട്, ആളിയനെ മട്ടലെടുത്ത് തച്ചിട്ടുണ്ട്, ആങ്ങൾക്ക് കൊടുക്കേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം പോയത് കണ്ടോ, 3 വെള്ളത്തുണിയിൽ, അതും മണ്ണോട് ചേരുന്ന കോറത്തുണി. 700 രൂപ, മാക്സിമം 1000 രൂപന്റെ ചെലവേ ഉള്ളൂ എനിക്ക് ഇങ്ങോട്ടും പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ. മാക്സിമം 1000 രൂപന്റെ ചെലവ്. എന്റെ നാട്ടിൽ 800 രൂപയേ ഉള്ളൂ. കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും 3 വെള്ളത്തുണിക്കും, പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വെള്ളത്തിനും. 1000 രൂപന്റെ ചുവടെ എനിക്കിങ്ങൊക്കെ ഈ ദുനിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയുള്ളൂ. മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൂട്ടിവെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ച് കൊണ്ടുനടന്നതും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് സൂര്യൻ ഉരിച്ചാണ് മേലെയായിരിക്കും, അന്ന് നമ്മൾ നഗ്നരായിരിക്കും, അന്ന് എരി കൂട്ടിയവനും കുത്തിത്തിരിപ്പുണ്ടാക്കിയവനും വീറും വാശിയും കൊണ്ട് പക തന്നവനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകും. ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടടക്കാൻ പറ്റണം. ഭാര്യമാര് പറയണം ഭർത്താക്കന്മാരോട്, നിങ്ങളെ പെങ്ങളോടൊന്ന് നന്നാവണം. എനിക്ക് പൊരുത്തല്ലോ, എന്തിന് നിങ്ങൾ അതിന്റെ പേരിൽ പെങ്ങളുമായിട്ട് പിണങ്ങി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി എന്റെ കുടുംബത്തേക്കൊന്ന് പോകണം, എന്റെ വാപ്പനെയും ഇവരെയൊക്കെ കാണും. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുക. ഓളാരാ? ഓളെ വാപ്പയാരാ? അമ്മോശാക്ക. ഓളമ്മയാരാ? അമ്മായിത്ത. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാ. കെട്ടിയ പെണ്ണിന്റെ കുടുംബക്കാരോട് പിണക്ക്. എന്തിനാ ഇപ്പൊ പിണക്ക്? ഒക്കെ തന്ന് കുറഞ്ഞുപോയി, മരിച്ച വാപ്പാന്റെ സ്വത്ത് കിട്ടൂലെന്ന് ഉറപ്പായി, അല്ലെങ്കിൽ ഓളോളെ വീട്ടിൽ പോയി കൂടാൻ പോയി പാർക്കാൻ പോയി തിരിച്ചു വന്നപ്പം കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞുപോയി. എന്തൊക്കെയോ കാരണങ്ങൾ. മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. കണ്ണായ കണ്ണിന്റെ പറമ്പിന്റെ പേരിൽ അതിരിട്ട കല്ലിന്റെ പേരിൽ മക്കൾ തമ്മിൽ പിണക്ക്. ഇവരൊക്കെ ആരാന്നറിയോ? 5 വക്ത് നിസ്കരിക്കുന്നവര്, 5 വക്ത് നിസ്കരിക്കുന്നവര്, ഹറം കണ്ടവര്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലി പടച്ച റബ്ബിന്റെ അതിഥിയായി പോയവര്, പട്ടിണി 1 മാസം കിടന്ന് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവര്. സഹോദരങ്ങളെ, ഞാനിത് ഇത്ര ആവേശത്ത് പറയാൻ എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? സത്യം പറഞ്ഞാല് നിസ്കാരവും നോമ്പും ഒക്കെ ജനങ്ങൾക്ക് ക്ലിയർ ആണെങ്കിലും ഈ പകയും വെറുപ്പും മനസ്സിന്ന് പോകാത്തത് കൊണ്ടാണ്. അതില്ലാണ്ടായി പോകാൻ, അത് മനുഷ്യന്റെ മനസ്സിന്ന് പോയെങ്കിൽ മാത്രമേ ഓന്റെ മടക്കം റാഹത്താവൂന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്.